ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓണസദ്യ വിഭവമായ ഓലൻ കറിയും കാളൻ കറിയും. ഇതുണ്ടാക്കുന്നതിൽ രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് ഓലൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് വലിയൊരു ഇളവൻ കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളും ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മതി. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഈ ഇളവൻ കുമ്പളങ്ങ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് വൻപയറാണ്. വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇത് അധിക നേരം വെള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല, വൻപയർ പുളിച്ചു പോകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പയർ വെന്തിട്ടുണ്ട്, 2 വിസിൽ തന്നെ വെന്ത് കിട്ടി. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളവൻ കുമ്പളങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൈസായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർക്കാം. ഇതിന് 2 കപ്പ് തേങ്ങാപ്പാൽ ആവശ്യമാണ്, അതിൽ 2/2 പാൽ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അരമുറി തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം ഞാനൊരു മിക്സി ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കറക്കിയെടുത്തു. എന്നിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ്, കട്ടിയുള്ള പാലാണ് 1/4 പാൽ. അത് കഴിഞ്ഞ് അതേ പിഴിഞ്ഞെടുത്ത തേങ്ങയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത പാലാണ് 2/2 പാൽ. അതിന് കട്ടി കുറവായിരിക്കും. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് 2/2 പാലാണ്. ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാൽ ഇതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം വറ്റുന്നത് വരെ നമുക്ക് തുറന്ന് തന്നെ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മളൊഴിച്ച തേങ്ങാപ്പാലൊക്കെ ഇതിൽ പിടിച്ച് വറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതിലൊഴിച്ച ഈ 1/4 പാലിന് നല്ല തിക്നെസ് കൂടുതലാണ് നേരത്തെ ഒഴിച്ച പാലിനേക്കാൾ. ഇനി നമുക്കിത് തുറന്ന് തന്നെ വെച്ച് വേവിച്ചെടുക്കാം, അടയ്ക്കേണ്ട. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായി തിളയ്ക്കുന്നവരെ വേവിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഓലൻ കറി പോലെയല്ല, ഇലയിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോകാൻ പാടില്ല, ഒഴിച്ചാൽ അത് അവിടെ തന്നെ നിൽക്കണം. ഗ്രേവി കൺസിസ്റ്റൻസി ആയിരിക്കണം. അതുവരയ്ക്കും നമുക്കിത് സ്റ്റൗ ഓഫാക്കാതെ തിളപ്പിച്ചുകൊണ്ടിരിക്കാം. ഓണസദ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഓലൻ കറി. ഇത് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. നമ്മുടെ ഓലൻ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ടെക്സ്ചറായിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാളൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് 2 നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലുതും ഒരു ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. 2 അറ്റവും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. നമ്മൾ ശർക്കര വരട്ടിക്ക് കട്ട് ചെയ്തതുപോലെ തന്നെയാണ് ഇതിനും കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, ചരിച്ചാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി 5 പച്ചമുളക് ഞാൻ നടുവിലെ കീറി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം മൺചട്ടിയിലാണ് കാളൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഈ കായ ഇട്ട് കൊടുക്കാം, പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചില സ്ഥലത്തൊക്കെ ചേനയും ഇതിലേക്ക് ചേർക്കാറുണ്ട്, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. എനിക്ക് ചേന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യമായി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം.
1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി ചതച്ചെടുത്ത കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പിന് വേണ്ടി തേങ്ങ അരച്ചെടുക്കുന്ന 1 കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജീരകം ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. നമുക്ക് കായ വേവിക്കാൻ വെച്ചത് തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റി കായെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ജാറിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ കാളൻ കുറച്ചൊന്ന് തിക്ക് രൂപത്തിലായിരിക്കണം. ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ 1 കപ്പ് തൈര് ചേർക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഈ കാളൻ ഒന്ന് തിളച്ച് തിക്കായിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. നമുക്കിനി ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. തൈരിൻ്റെ പുളി അനുസരിച്ച് ഉപ്പ് കൂടിയും കുറഞ്ഞിരിക്കും. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. 3 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് എടുക്കാൻ പാടുള്ളൂ. ഈ കാളനും ഓലനൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരിക. മീൻ വെക്കുന്ന മൺചട്ടിയിലൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. പച്ചക്കറി വെക്കുന്ന മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം നമ്മുടെ ഓലനും കാളനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.